CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെതിരെ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. CPMന്റെ നേതാവായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോസ്റ്റൽ ബാലറ്റ് മുൻപേ പൊട്ടിച്ചു നോക്കി അത് തിരുത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. സത്യത്തിൽ ഇതൊരു വെളിപ്പെടുത്തൽ മാത്രമല്ല, CPMൽ ഉണ്ടായിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും രാജ്യദ്രോഹവും എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ഇപ്പോൾ അവസാന കാലത്ത് മനസ്സിൽ കിടന്ന് തിളച്ചുമറിയുന്നതിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് നമ്മൾ കണ്ടത്. ഇത് പല നേതാക്കളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. MM മണി പറഞ്ഞതുപോലെ ഒന്നിനെ തല്ലിക്കൊന്നു, ഒന്നിനെ വെട്ടിക്കൊന്നു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ മറ്റൊരു കുറ്റസമ്മതം അല്ലെങ്കിൽ പശ്ചാത്താപമാണ്. ഏതായാലും നിഷ്കളങ്കനായ സുധാകരൻ കുടുങ്ങി എന്ന് പറയാം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 1989 CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് അത് തിരുത്തിയിട്ടുണ്ട് എന്ന സുധാകരന്റെ വെളിപ്പെടുത്തലിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ശക്തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കറാണ് നിർദ്ദേശം നൽകിയത്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന വാർത്ത അത്യന്തം ഗൗരവമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുവെന്നും ഖേൽക്കർ വ്യക്തമാക്കിയിരിക്കുകയാണ്. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തി എന്നത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. അതുപോലെ തന്നെ 1961 തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങൾ, ഭാരതീയ ന്യായ സംഹിത എന്നിവ അനുസരിച്ച് ഇത് ഗുരുതരമായ നിയമലംഘനമാണ്. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതായ വെളിപ്പെടുത്തൽ മേൽ FIR ഇട്ട് കേസെടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തുവാനും വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രത്തൻ ഖേൽക്കർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമം, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. നമുക്കറിയാം, ഇതിൽ തിരിമറി നടത്തിയെന്ന വെളിപ്പെടുത്തൽ വളരെയധികം ഗൗരവമാണ്. അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ നഗ്നമായ ലംഘനമാണ്. അതായത് 1989 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥി KV ദേവദാസിന് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തി എന്നാണ് സുധാകരൻ വെളിപ്പെടുത്തിയത്. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന ഒരു പൊതുചടങ്ങിലാണ് CPM നേതാവിന്റെ ഈ തുറന്ന് പറച്ചൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച വക്കം പുരുഷോത്തമനാണ് അന്ന് വിജയിച്ചത്. ഇതെല്ലാം CPMന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ തുറന്നു കാട്ടാനാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഇതിൽ കുടുങ്ങിപ്പോയി എന്നതാണ് സത്യം. പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നവർ ഇനി എത്ര കൊമ്പത്തെ ആളായാലും അവരെ പൂട്ടുക എന്നത് പിണറായി സംഘത്തിന്റെ തീരുമാനമാണ് എന്നിരിക്കെ ജി സുധാകരനും അതേ ഗണത്തിൽപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണ്. കേസെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM എന്ന പാർട്ടി കേരളത്തിൽ ഇത്രയും കാലം നിലനിന്നത് വലിയ അക്രമവും തട്ടിപ്പും കാണിച്ചിട്ടാണ്. പക്ഷേ പുറത്തെറിഞ്ഞാൽ തല കാണില്ല എന്നൊരു സംവിധാനമായതുകൊണ്ട് ആരും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഓരോ നേതാക്കളും കുറ്റബോധം കൊണ്ട് തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.